നമസ്കാരം. തൊഴിലാളി വർഗ പാർട്ടി എന്ന് അഭിമാനിക്കുന്ന CPM ഭരിക്കുന്ന കേരളത്തിൽ CPMന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ അടുക്കളയിൽ പാകം നോക്കുന്നത് ചില മുതലാളിമാരാണ് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ കേരളത്തെ ഏറ്റവും കൂടുതൽ ഇളക്കി മറിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അവലോകന യോഗത്തിൽ കരമന ഹരി എന്ന് പറഞ്ഞ ഒരു പ്രവർത്തകനാണ് ഇത്തരത്തിൽ അതീവ ഗുരുതരമായ ആക്ഷേപം ഉയർത്തിയത്. രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പിണറായി വിജയൻ ഒരു കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓഫീസിലോ അല്ലെങ്കിൽ എന്നെ ചുറ്റിപ്പറ്റിയോ യാതൊരു തരത്തിലുള്ള ദല്ലാളന്മാരും ഉണ്ടായിരിക്കില്ല. പൊതുജനങ്ങൾക്ക് എൻ്റെ ഓഫീസുമായി നേരിട്ട് ബന്ധപ്പെടാം. മുഖ്യമന്ത്രിയുടെ ഓഫീസിനും സാധാരണക്കാർക്കും ഇടയിൽ ഒരു ദല്ലാളന്മാർ ഉണ്ടായിരിക്കില്ല, ഇടനിലക്കാർ ഉണ്ടായിരിക്കില്ല എന്നാണ് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നാൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ അടുക്കളയിൽ വരെ മുതലാളിമാരാണ് പാകം നോക്കുന്നത്, അല്ലെങ്കിൽ മുതലാളിമാരാണ് മുഖ്യമന്ത്രിയുടെ അടുക്കള കാര്യങ്ങൾ വരെ ശ്രദ്ധിക്കുന്നത് എന്നുള്ള തരത്തിലാണ് കരമന ഹരി ഇന്നലെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത്. ഇതിനെതിരെ കൃത്യമായി തന്നെ ആഞ്ഞടിച്ചുകൊണ്ട് പാർട്ടിയിലെ യുവ നേതാവായ M സ്വരാജും ഹരിക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു. ആരാണ് ആ മുതലാളി എന്ന് വെളിപ്പെടുത്തണം എന്നാണ് പറഞ്ഞത്. എന്നാൽ പിറ്റേ ദിവസം ചേർന്ന ജില്ലാ കമ്മിറ്റിയിൽ കരമന ഹരി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൽ കൃത്യമായ വിശദീകരണം ഉണ്ടായില്ല. എന്നാൽ കൃത്യമായി കരമന ഹരിയുടെ ഭാഗത്തു നിന്നും ആ വിശദീകരണം ഉണ്ടാകും. ആരാണ് മുതലാളി എന്നുള്ളതും മുതലാളിക്ക് എന്താണ് പിണറായി വിജയനുമായി തമ്മിൽ അടുപ്പം എന്നുള്ളതും പുറത്തു വരും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. മുതലാളിക്ക് പിണറായി വിജയനുമായി എന്താണ് അടുപ്പം, മുതലാളിക്ക് പിണറായി വിജയന്റെ അടുക്കളയിൽ എന്താണ് കാര്യം എന്നുള്ള വിവരങ്ങളെല്ലാം വിശദമായ രീതിയിൽ തന്നെ 2 ദിവസത്തിനകം പുറത്തു വരും എന്ന് തന്നെയാണ് ഹരിയുടെ അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇതിൽ ഇത്ര ആക്ഷേപകരമായി യാതൊന്നും തന്നെ ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിണറായി വിജയൻ എക്കാലത്തും മുതലാളിമാരുമായി നല്ല ബന്ധം തന്നെയാണ് പുലർത്തിയിരുന്നത്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും ഒരു വണ്ടിയും വാടകയ്ക്കെടുത്ത് സഞ്ചരിക്കുകയുണ്ടായല്ലോ. നവകേരള സദസ്സ് നടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും മുഖ്യമന്ത്രി പ്രഭാത ഭക്ഷണം കഴിച്ചിരുന്നത് പൗരപ്രമുഖരുമായുള്ള മീറ്റിങ്ങിനോടൊപ്പം തന്നെയാണ്. പൗരപ്രമുഖർ എന്ന് പറഞ്ഞാൽ നാട്ടിലെ കൊള്ളാവുന്ന പണക്കാർ തന്നെയായിരുന്നു. അല്ലാതെ സാധാരണക്കാരായ ആരും പൗരപ്രമുഖരുടെ പട്ടികയിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മുഖ്യമന്ത്രി എല്ലാ കാലത്തും ഇതുപോലുള്ള മുതലാളിമാരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് തന്നെയാണ് നടന്നിരുന്നത്. മുതലാളിമാർക്കൊപ്പം തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രാതലും അത്താഴവിരുന്നുമെല്ലാം നടന്നിരുന്നത്. ഇതിൽ ആക്ഷേപകരമായി യാതൊന്നും തന്നെയില്ല. അതായത് കരമന ഹരി എന്ന ഇടതുപക്ഷ പ്രവർത്തകൻ ജില്ലാ കമ്മിറ്റിയിൽ, തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഉയർത്തിയ അഭിപ്രായത്തിൽ എന്താണ് ആക്ഷേപകരമായി ഉള്ളത് എന്നുള്ളതാണ് സാധാരണക്കാർ ഇപ്പോൾ ചോദിക്കുന്നത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM അതിദയനീയമായി പരാജയപ്പെട്ടു. ഏതാണ്ട് 50 ലക്ഷം വോട്ടിന്റെ കുറവാണ് 2019 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഈ കുറി ഉണ്ടായിരിക്കുന്നത് എന്നുള്ള അതീവ ഗൗരവതരമായ ഗുരുതരമായ അറിയിപ്പുണ്ടായിട്ടും അല്ല എന്നുണ്ടെങ്കിൽ കണ്ടെത്തലുണ്ടായിട്ടും എന്ത് നടപടിക്രമങ്ങളാണ് ഈ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്, ഇനിയും എന്ത് തിരുത്തലാണ് സ്വീകരിച്ച് മുന്നോട്ട് പോകുവാൻ ഇവർ തയ്യാറായിരിക്കുന്നത് എന്നുള്ളതെല്ലാം യാതൊരു തരത്തിലും ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ ഇവർക്കാകുന്നില്ല എന്നാണ്. ജില്ലാതല കമ്മിറ്റികൾ, ബൂത്ത് തല കമ്മിറ്റികൾ, സംസ്ഥാന കമ്മിറ്റികൾ, പോളിറ്റ് ബ്യൂറോ, കേന്ദ്ര കമ്മിറ്റി എന്നിവയെല്ലാം ചേർന്നിരിക്കുന്നു. ഇത്തരം കമ്മിറ്റികൾക്ക് ശേഷവും യാതൊരു തരത്തിലുള്ള പ്രതീക്ഷയോടുകൂടിയുള്ള ഒരു മറുപടിയും ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കാതെ CPM ഇപ്പോഴും പകച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, നെറുകിൽ ഇടിവെട്ടിയതുപോലെ തന്നെയാണ് 80 ലക്ഷം വോട്ടിന്റെ കുറവ് CPM തിരിച്ചറിയുന്നത്. ഇനി എങ്ങനെ മുന്നോട്ട് തിരുത്തി പോകാനാകും എന്നുള്ളതിന് ഒരു ഉത്തരം കണ്ടെത്താനാവാത്ത സമസ്യ പോലെ തന്നെയാണ് ഇത് പിണറായി വിജയന്റെയും CPM സെക്രട്ടറിയായ MV ഗോവിന്ദന്റെയും മുന്നിലിരിക്കുന്നത്. എന്തായാലും സാധാരണ പ്രവർത്തകർ നിരാശർ തന്നെയാണ്. BJP പോലുള്ള ഒരു പ്രസ്ഥാനം ശക്തി പ്രാപിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഇത്തരം നിസ്സംഗതയോടുകൂടി ഇനി പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ CPMന് ജയിച്ചു കയറുവാൻ സാധിക്കാൻ പറ്റുകയുള്ളൂ. ഇതെന്തുകൊണ്ടാണ് പാർട്ടി മനസ്സിലാക്കാത്തത് എന്നാണ് സാധാരണ അണികൾ ചോദിക്കുന്നത്. ഇതിനിടയിൽ തന്നെയാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായ ആര്യ രാജേന്ദ്രനെതിരെ അതിശക്തമായ വിമർശനങ്ങൾ ഉയർന്നു വന്നത്. 2 തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരങ്ങൾക്കെതിരെയായിരുന്നു തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ആക്ഷേപങ്ങൾ ഉയർന്നത്. ഒന്ന്, സംസ്ഥാനത്തിൻ്റെ ഭരണം, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കെടുകാര്യസ്ഥത കൊണ്ടും അഹങ്കാരം കൊണ്ടും ധാർഷ്ട്യം കൊണ്ടും ഭരണപരാജയം ഉണ്ടായിരിക്കുന്നു എന്നുള്ള അത്തരത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരത്തിനെതിരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒരു വിഭാഗം ആരോപണം ഉയർത്തിയപ്പോൾ ഭരണസ്ഥിരാകേന്ദ്രമായ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണവും വിമർശന വിധേയമായി ആര്യ രാജേന്ദ്രൻ എന്ന മേയർ അമ്പേ പരാജയം തന്നെയായിരുന്നു എന്നുള്ളതാണ് എടുത്തു കാണിക്കപ്പെട്ടത്. ഏറ്റവും പ്രായം കുറഞ്ഞ മേയറെ ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് PR വർക്ക് നടത്തി കൊട്ടി ഘോഷിച്ചുകൊണ്ട് മേയർ ആര്യ രാജേന്ദ്രനെ തിരുവനന്തപുരത്തിന്റെ കോർപ്പറേഷൻ മേയർ സ്ഥാനത്തിരുത്തുമ്പോൾ അവരെ മുൻസീറ്റിലിരുത്തി പിൻസീറ്റ് ഡ്രൈവ് നടത്തുവാൻ വേണ്ടി CPMലെ ചില സമുന്നതരായ നേതാക്കൾ നടത്തിയ കള്ളക്കളി മാത്രമാണ് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം ആര്യ രാജേന്ദ്രന് കൊടുത്തതിലൂടെ ഉണ്ടായത് എന്ന് തന്നെയാണ് എല്ലാവരും ഇപ്പോൾ എടുത്തു പറയുന്നത്.
യാതൊരു തരത്തിലും ഭരണപരിചയമില്ലാത്ത, പ്രായമില്ലാത്ത, പക്വതയില്ലാത്ത ഒരു പെൺകുട്ടിയെ കോർപ്പറേഷൻ മേയർ സ്ഥാനത്ത് കൊണ്ടുവന്നിരുത്തുമ്പോൾ തീർച്ചയായും CPM വിചാരിച്ച കാര്യങ്ങൾ തന്നെ അവർ നേടിയിരിക്കുന്നു. ഇവരെ മുൻ സീറ്റിലിരുത്തി പിൻ സീറ്റ് ഡ്രൈവ് നടത്തിയാണ് കോർപ്പറേഷന്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ പരാജയം തന്നെയാണ് ആര്യ രാജേന്ദ്രൻ എന്ന മേയറിലൂടെ തിരുവനന്തപുരം നഗരം അനുഭവിക്കേണ്ടി വന്നത്. തിരുവനന്തപുരത്ത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വെള്ളക്കെട്ട് മൂലം ഉണ്ടായിട്ടുള്ള കെടുതികളിൽ നിന്നും ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ സമാശ്വാസം പകരാൻ കോർപ്പറേഷന്റെ മേയർ എന്ന രീതിയിൽ ആര്യ രാജേന്ദ്രന് സാധിക്കുന്നില്ല എന്ന് തന്നെയല്ല, ഈ വെള്ളക്കെടുതി കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ആളുകൾ കോർപ്പറേഷൻ മേയറായ ആര്യ രാജേന്ദ്രനോട് തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ അത് അവധാനതയോടുകൂടി കേട്ടു നിൽക്കുവാൻ പോലും ഇവർക്ക് സാധിക്കുന്നില്ല. അതിനുള്ള പക്വത പോലും അവർക്കില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. തിരുവനന്തപുരം വെള്ളക്കെടുതിയിൽ മുങ്ങുമ്പോൾ അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങുമ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ കുടുംബസമേതം മൂന്നാറിലായിരുന്നു എന്നുള്ള ആക്ഷേപം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഭരണപരാജയം സമ്പൂർണ്ണമായി തന്നെ ഏറ്റുവാങ്ങുന്ന തരത്തിൽ തന്നെയാണ് ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം കോർപ്പറേഷനെ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. കോർപ്പറേഷൻ ചെയർമാന്റെ സ്ഥാനത്തേക്ക് ആര്യ രാജേന്ദ്രൻ എത്തുമ്പോൾ ഇവർക്ക് ഭരണപരിചയം ഇല്ലാത്തതിൻ്റെ പേരിൽ ഉപസമിതിയെ നിശ്ചയിച്ചുകൊണ്ട് തന്നെയായിരുന്നു CPM ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഉപസമിതി എന്ത് തരത്തിലുള്ള ഉപദേശമാണ് ഇവർക്ക് കൊടുത്തത്? എന്ത് തരത്തിലുള്ള ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ തിരുവനന്തപുരം നഗരം കുളമാക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളുമായി കോർപ്പറേഷൻ മേയറായ ആര്യ രാജേന്ദ്രൻ തന്നിഷ്ടത്തോടുകൂടി കെടുകാര്യസ്ഥതയോട് മുന്നോട്ട് പോയത് എന്ന് തന്നെയാണ് ഇപ്പോൾ CPMന്റെ ജില്ലാ കമ്മിറ്റി അവർക്കെതിരെ അതിശക്തമായ രീതിയിൽ തന്നെ ആഞ്ഞടിക്കുന്നത്. കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒരു നിയമന വിവാദം തന്നെ ആര്യ രാജേന്ദ്രനെ പ്രതിക്കൂട്ടിലാക്കുന്നതായിരുന്നു. അതിന് ശേഷം CPM നേതാക്കളെല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് ആര്യ രാജേന്ദ്രനെ അത്തരം ഒരു വിവാദത്തിൽ നിന്നും രക്ഷിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നീട് ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് അന്ന് ഭക്തർ പൊങ്കാലയിട്ടതിന് ശേഷം ഈ ഇഷ്ടികകളെല്ലാം പെറുക്കി ആർക്കൊക്കെ വീടുണ്ടാക്കാൻ വേണ്ടി ആര്യ രാജേന്ദ്രൻ കൊടുത്തു എന്നുള്ള മറ്റൊരു വാർത്ത, അതും വിവാദമായിട്ടുണ്ടായിരുന്നു. PR വർക്ക് നടത്തി മേയറുടെ വീരസ്യങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിലായിരുന്നു പക്വതയില്ലാത്ത മേയറുടെ എല്ലാ കാലത്തെയും പ്രവർത്തനം എന്ന് തന്നെയാണ് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഉയർന്നു വന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും. ഇവയ്ക്ക് ഒന്നിനു പോലും മേയറിന് മറുപടി നൽകാൻ സാധിച്ചില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. തിരുവനന്തപുരം നഗരത്തിൽ ചെന്നുപെടുന്ന ആളുകൾ നഗരത്തിന് പുറത്തേക്ക് ഇറങ്ങുവാൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ തന്നെ പെട്ടുപോകുന്ന അവസ്ഥയിലാണ് എല്ലാ കാര്യങ്ങളും. സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന പ്രവർത്തനങ്ങൾ തിരുവനന്തപുരത്തിന്റെ ഗതാഗത സൗകര്യങ്ങൾ ആകെ താറുമാറാക്കിയിരിക്കുന്നു. ഇത് കൃത്യമായ സമയത്ത് ഇതിന്റെ നിർമ്മാണങ്ങൾ നടത്തുന്നതിനോ അല്ലെങ്കിൽ സമീപകാലത്തുണ്ടായിട്ടുള്ള കുഴികൾ നികത്തി വെള്ളക്കെട്ടിന് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവൃത്തികൾ നടത്തുന്നതിനോ മേയർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോഴും ഉയർന്നു വരുന്ന ആരോപണങ്ങൾ. ഇതിന് കൃത്യമായൊരു മറുപടി കൊടുക്കുവാൻ മേയർക്കാകുന്നില്ല എന്ന് തന്നെയാണ്. ഇതിൻ്റെ പുറകിൽ തന്നെയാണ് കൂനിന്മേൽക്കൂരു എന്ന് പറഞ്ഞതുപോലെ തിരുവനന്തപുരം സാഫല്യം കോംപ്ലക്സിനടുത്ത് വെച്ച് യൂണിവേഴ്സിറ്റി കോളേജിന് സമീപം KSRTC ബസ് തടഞ്ഞ് KSRTC ഡ്രൈവറായ യദുവിനെ പുലഭ്യം പറയുകയും യാത്രക്കാരെ ബസ്സിൽ നിന്നും ബലം പ്രയോഗിച്ച് ആര്യ രാജേന്ദ്രനും ആര്യ രാജേന്ദ്രന്റെ ഭർത്താവായ ബാലുശ്ശേരി MLA കൂടിയായ സച്ചിൻ ദേവും കൂടി ആളുകളെ ഇറക്കി വിടുകയും ബസ്സിന്റെ ട്രിപ്പ് മുടക്കുകയും എല്ലാം ചെയ്ത തെരുവിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും നടത്തിയ ഈ പൊറോട്ട് നാടകവും CPMന് ചെറിയ തലവേദനയല്ല ഉണ്ടാക്കിയത്, ചെറിയ നാണക്കേടല്ല ഉണ്ടാക്കിയത്. ആ സംഭവത്തിന് ശേഷം 2 മാസം പിന്നിട്ടിരിക്കുന്നു. ആ ഡ്രൈവറുടെ ഭാഗത്താണ് ഇപ്പോൾ ജനങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. ആ സംഭവത്തിന് ശേഷം CPM ജനങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. ഡ്രൈവർ യദുവിന്റെ ഭാഗത്താണ് ജനങ്ങൾ കൂട്ടത്തോടു കൂടി നിൽക്കുന്നത്. ആ ദൃശ്യങ്ങൾ, അതായത് ബസ്സിൽ അന്നുണ്ടായിരുന്ന CCTVയിലും മെമ്മറി കാർഡും ദൃശ്യങ്ങളും കിട്ടാതെ പോയത് ആര്യ രാജേന്ദ്രനും CPMനും തുണയായി എന്ന് തന്നെയാണ് ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നത്. അത് കണ്ടുകിട്ടിയിരുന്നെങ്കിൽ മേയറും സച്ചിൻ ദേവ് MLAയും എല്ലാം പ്രതിക്കൂട്ടിൽ പെടുമായിരുന്നു, CPMും പ്രതിക്കൂട്ടിൽ പെടുമായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു വന്ന അതിശക്തമായ ആക്ഷേപം. ഈ വിഷയത്തിൽ പാർട്ടി ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. ആര്യ രാജേന്ദ്രനെ പോലെ പക്വതയില്ലാത്ത ഒരാളെ കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനത്ത് ഇനിയും വെച്ചുകൊണ്ട് CPMന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തിരുത്തൽ നടപടികൾ ഉണ്ടാകണം. തെറ്റ് തിരുത്തി മാറ്റേണ്ടവരെ മാറ്റി തന്നെ പാർട്ടി മുന്നോട്ട് പോകണം എന്നാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഉയർന്ന ആക്ഷേപം. എന്തായാലും മുഖ്യമന്ത്രിയുടെ അടുക്കളയിൽ പാകം നോക്കുന്ന, ഉപ്പും പുളിയും നോക്കുന്ന മുതലാളി ആരാണ് എന്ന് കണ്ടുപിടിക്കുന്നതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ച് കുളമാക്കിയ ആര്യ രാജേന്ദ്രനെ പുറത്താക്കുന്നതിലും കൃത്യമായ നടപടി വേണം എന്ന് തന്നെയാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഉയർന്നു വന്ന അതിശക്തമായ തീരുമാനങ്ങൾ. എന്ത് തരത്തിലുള്ള തീരുമാനങ്ങളാണ് ഇനി CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. മുഖ്യമന്ത്രിയുടെ അടുക്കളയിൽ പാകം നോക്കുന്ന, ഉപ്പും പുളിയും നോക്കുന്ന മുതലാളി ആരാണെന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ സാധിക്കുമോ? ആര്യ രാജേന്ദ്രൻ എന്ന കോർപ്പറേഷൻ മേയറെ പുറത്താക്കുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.